വിജയ് തപ്പ് പണ്ട് മാട്ട തപ്പ് ചെയ്യവരെ വിടവും മാട്ട എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് 4-ാം ദിവസം വിജയ് കാണിച്ച ഏറ്റവും വലിയ തപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റിക്കി പണ്ഡിറ്റ് എന്ന തന്റെ പേഴ്സണൽ ജോൽസിനെ സർക്കാർ ഖജനാവിൽ പൈസ മുടക്കി ശമ്പളം കൊടുത്ത് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നൊരു പോസ്റ്റ് വിജയ് നൽകുകയാണ്. ടു ചീഫ് മിനിസ്റ്റർ പൊളിറ്റിക്കൽ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് റിക്കി പണ്ഡിറ്റിന്റെ യോഗ്യത? 40 വർഷമായി ന്യൂമറോളജിയിലും വേദിക് ആസ്ട്രോളജിയിലും പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ് റിക്കി പണ്ഡിറ്റ്. റിക്കി പണ്ഡിറ്റിന്റെ ശിഷ്യനും കൂടിയാണ് വിജയ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വിജയ് എപ്പോഴും റിക്കി പണ്ഡിറ്റിന്റെ അഡ്വൈസുകൾ സ്വീകരിക്കാറുണ്ട്, റിക്കി പണ്ഡിറ്റിനെ സന്ദർശിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുമുണ്ട്. വിജയ് ഒരു വിശ്വാസിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോട്ടെ. പക്ഷേ സർക്കാർ ഖജനാവിൽ നിന്നും തന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ജോൽസിനെ പിടിച്ച് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നൊരു പോസ്റ്റും കൊടുത്തിരുത്താൻ ആരാണ് വിജയ്ക്ക് അധികാരം കൊടുത്തത്? ഒരു വർഷം മുമ്പ് ടി.വിക്ക് ജയിച്ചു കയറുമെന്ന് പ്രവചിച്ച വ്യക്തിയാണ് ഈ ജോത്സ്യൻ റിക്കി പണ്ഡിറ്റ്. അതിനുള്ള കൂലിയാണോ ഈ സർക്കാർ ജോലി? വ്യക്തമാണ്. ടി.വിക്ക് എന്ന പാർട്ടി ജയിച്ചു കയറുമെന്ന് മാധ്യമ സ്ഥാപനങ്ങളോ എക്സിറ്റ് പോൾ സർവേകളോ ഒന്നും തന്നെ ഒരു മാസം മുമ്പ് പോലും പ്രവചിച്ചിട്ടില്ല. ആ റിക്കി പണ്ഡിറ്റ് ഒരു വർഷം മുന്നേ പ്രവചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഇന്ധനം, കോൺഫിഡൻസ് എന്ന് പറയുന്നത് വലുതായിരുന്നു. അത് കാരണം വിജയ്ക്ക് മോട്ടിവേഷൻ ഉണ്ടായി കാണാം, ടി.വിക്ക് വലുതായി കാണാം, 108 സീറ്റായി കാണാം, 120 MLA-മാരുടെ ഭൂരിപക്ഷം ഉണ്ടായി കാണാം, AIADMK പിളർപ്പിലേക്ക് കാണാം. പക്ഷേ റിക്കി പണ്ഡിറ്റിന് ഇതുപോലൊരു അധികാരം കൊടുക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? വിജയ് തപ്പ് പണില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ 4-ാം ദിവസം, ഒരാഴ്ച പോലും പിന്നിടുന്നതിന് മുമ്പ് ഈ ഒരു തപ്പ് കാണിക്കാനുള്ള മനസ്സെങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല, വിജയ് നല്ലത് ചെയ്താൽ നല്ലത് പറയും, മോശം ചെയ്താൽ മോശം തന്നെ പറയും. നമ്മളൊന്നും ഡൈഹാർട്ട് വിജയ് ഭക്തരോ അണ്ണം ഭക്തരോ ഒന്നുമല്ല. വിജയ് ഇപ്പോൾ തമിഴ്നാട്ടിലെ CM ആണ്. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. 717 ടാസ്മാക് ഷോപ്പുകൾ പൂട്ടിയപ്പോൾ അഭിനന്ദിച്ചു, കൈയടിച്ചു, അല്ലേ? ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചു, അഭിനന്ദിച്ചു. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യുമ്പോഴാണ് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ജനങ്ങളുടെ പൈസ വേണ്ട എന്ന് വിജയ് പറയുന്നുണ്ട്. വിജയ്ക്ക് പൈസ വേണ്ടായിരിക്കാം, പക്ഷെ കൂടെ ഉള്ളവർ ആരാണ്? അത്ര ക്ലീൻ ആയിട്ടുള്ള ആളുകളാണോ? ഡിഗ്രി ഹോൾഡേഴ്സ് ഉണ്ട്, PhD ഹോൾഡേഴ്സ് ഉണ്ട്, ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, IIT മെമ്പേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. സമ്മതിച്ചു. അതിൻ്റെ കൂടെയും ചില ആളുകളുണ്ട്. എസ് കീർത്തന. ആരാണ് എസ് കീർത്തന? 9 പേർ അന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു വിജയ്ക്കൊപ്പം. അതിലുണ്ടായിരുന്ന ഒരു വനിതാ MLA ആണ് എസ് കീർത്തന. എസ് കീർത്തന മന്ത്രിസഭാംഗമാണ്. എന്താണ് എസ് കീർത്തന? എസ് കീർത്തന ആരാ? എസ് കീർത്തന ഹിന്ദി ലാംഗ്വേജ് തമിഴ്നാട്ടിൽ വേണമെന്നാവശ്യപ്പെട്ടൊരു വ്യക്തിയും കൂടിയാണ്. ഹിന്ദിയിൽ ഫ്ലുവൻ്റ് ആണ് എസ് കീർത്തന. എനിക്ക് വേണ്ടപ്പെട്ട നേതാക്കളോട് സംസാരിക്കാൻ ഹിന്ദിയാണെങ്കിൽ ഞാൻ അതിൽ വെച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് എസ് കീർത്തന. അതായത് തമിഴ്നാട്ടിൽ ഹിന്ദി ഇമ്പോസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇതാ ഒരു മന്ത്രിസഭയിലെ മന്ത്രി ഹിന്ദി സംസാരിക്കുന്നു എന്നുള്ള വ്യക്തിയാണ് എസ് കീർത്തന. പോട്ടെ, സെങ്കോട്ടയ്യൻ ആരാണ്? അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന എത്ര കേസുകൾ സെങ്കോട്ടയ്യൻ്റെ പേരിലുണ്ട്? സെങ്കോട്ടയ്യൻ ഇപ്പോൾ എവിടെയാണ്? ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടമായിട്ട് ടി.വിക്ക് ഭാവിയിൽ മാറുമോ? ഇതൊക്കെ പാസ്റ്റാണ്, പക്ഷേ ഫ്യൂച്ചറിലോ പ്രസൻറ്റിലോ ഇത് വരില്ല എന്ന് ആര് കണ്ടു? സ്വാഭാവികമായ ചോദ്യമാണ്. അതോടൊപ്പം തന്നെ 99 പേരാണ് ആദ്യമായിട്ട് മന്ത്രിസഭയിൽ കയറുന്നത്. രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയില്ല, പൊളിറ്റിക്സ് എന്താണെന്നറിയില്ല, ബാലപാഠം അറിയില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെയാണ് മന്ത്രിസഭയിലേക്ക് കയറുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ നിന്നുകൊണ്ട് വിജയ് എന്നൊരൊറ്റ ലേബിളിൽ നിന്നുകൊണ്ട് ടി.വിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള സ്വാഭാവികമായ ചോദ്യവും അവിടെയുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ വിജയ് എന്ന വ്യക്തി തന്നെ തപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹനമാകില്ല എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഒരു വ്യക്തിയുടെ നിയമനം മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്നത്. സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണെന്ന് പറഞ്ഞ അതേ തമിഴ്നാട് CM ജോസഫ് വിജയ് ആ ഖജനാവ് ഉപയോഗിച്ചുകൊണ്ട് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന പോസ്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം. സ്റ്റാലിൻ സർക്കാർ ഖജനാവ് തൂത്തു തുടച്ചിട്ടാണ് പോയത് എന്നാണ് പറഞ്ഞത്. മലയാളികളുടെ ഭാഷ പറഞ്ഞാൽ പൂച്ച പറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് വിജയ് ഇന്ന് തുടങ്ങിയത്. 10 ലക്ഷം കോടിയുടെ കടമുണ്ടെന്നും വിജയ് പറഞ്ഞു. ഇതെല്ലാം തിരികെ കൊണ്ടുവരണമെന്നും പറഞ്ഞു. 717 ടാസ്മാക് ഷോപ്പുകൾ 5786 മൊത്തത്തിലുള്ള ടാസ്മാക് ഷോപ്പുകളിൽ നിന്ന് പൂട്ടുമ്പോൾ 15% റവന്യൂ കുറയുമെന്ന് അറിയാത്ത ആളുകളൊന്നുമല്ല ഇവർ, നമ്മൾ ഉൾപ്പെടെ. എന്നിട്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് അത് അത്രമാത്രം അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീകൾക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല, ബസ് സ്റ്റോപ്പുകൾക്ക് ചുറ്റും, ആരാധനാലയങ്ങൾക്ക് ചുറ്റും, ഇങ്ങനെ നടക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചുറ്റും ഇങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും, അതുപോലെ തന്നെ തപ്പ് ചെയ്താൽ തപ്പെന്ന് തന്നെ പറയും. വിജയ് ഇപ്പോൾ കാണിക്കുന്നത് തെറ്റാണ്. ആ തെറ്റ് അത് കീഴ്വഴക്കമായി മാറരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് ജനത വലിയ പ്രതീക്ഷയോടെ ടി.വിക്ക് എന്ന പാർട്ടി അധികാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് കൊണ്ടുവന്നത്. ആ പ്രതീക്ഷകൾ വറ്റിപ്പോകരുത് എന്നുള്ളത് തന്നെയാണ്. 8 കോടി ജനതയുടെ തലവനെന്ന് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് പറഞ്ഞെങ്കിൽ ആ ബോധ്യം തനിക്കുണ്ടാവണമെന്നത് വിജയെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.
ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതുപോലുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിസഭ TVK പാർട്ടിയിൽ തന്നെ അഴിമതി മുങ്ങിയാലും എന്നെ തെറ്റ് പറയാൻ പറ്റത്തില്ല. വിജയ് എന്താണ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, എന്താണ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ, എന്താണ്? തെറ്റ് ചെയ്യില്ല, നിങ്ങളുടെ പൈസ വേണ്ട, ഒരാളെയും തെറ്റ് ചെയ്യാൻ അനുവദിക്കില്ല, അങ്ങനെ ആർക്കെങ്കിലും ചിന്താഗതി ഉണ്ടെങ്കിൽ അത് ഇറേസ് ചെയ്തേക്ക് എന്നല്ലേ വിജയ് പറഞ്ഞത്? വിജയ് ഇപ്പോൾ കാണിക്കുന്നതും അത് തന്നെയല്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം, അതാണ് ഇവിടുത്തെ ചോദ്യം. തലവനെ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളുകൾക്ക് തോന്നിപ്പോവില്ലേ? വിജയുടെ തലയാട്ടൽ കണ്ട് ഒരു ഒപ്പിടാൻ വേണ്ടി പോലും നിൽക്കുന്ന MLA-മാർക്ക് വിജയ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റെപ്ലിക്കയായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റായിട്ട് കൺവേർട്ട് ആവില്ലേ? ന്യായമായ സ്വാഭാവികമായ ചോദ്യം. അവിടെ നിന്നുകൊണ്ട് TVK വലിയ പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴേക്കും അത് തെറ്റിപ്പോകരുത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.